ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് അലക്കൻ, ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം, തിരുവല്ല ആൻഡ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സങ്കടകരമായ ഒരു കാര്യം. ഇന്നലെ തിരുവല്ല ഓഫീസിൽ ഒരു നേഴ്സിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ചതിൻ്റെ അത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ മകള് എറണാകുളത്തൊരു വലിയ ഫേമസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ കൊച്ച് ഏകദേശം ഒരു വർഷം ആവുന്നു വർക്ക് ചെയ്യുന്നതായിട്ട്. അപ്പം കുറച്ച് നാളുകളായിട്ട് ഈ അമ്മ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഈ കൊച്ചിനെ എക്സാം എഴുതാൻ MOH എക്സാം എഴുതാനുള്ളൊരു കാര്യത്തിലേക്ക് ഇവർ 2-3 പ്രാവശ്യം കോൺടാക്ട് ചെയ്ത് അതുപോലെ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പം ഇന്നലെ വന്നിട്ട് അവർ വളരെ സങ്കടകരമായ ഒരു കാര്യം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. കാരണം എന്താ വെച്ചാൽ ഈ മകൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ. അപ്പം എറണാകുളത്തെ വലിയ ഒരു ഹോസ്പിറ്റലാണ്, പേര് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കൊച്ചിനോട് ഒരു പേഷ്യൻ്റുണ്ട്. ഈ പേഷ്യൻറ്റിന് ബൈസ്റ്റാൻഡർ അന്ന് രാത്രി വന്നിട്ടില്ല. മെയിലായിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ഈ നേഴ്സിനോട് പറഞ്ഞു, ഈ കൊച്ചു ഒരു 10-21 വയസ്സുള്ള ഒരു കൊച്ചിനോട് പറഞ്ഞു, ബൈസ്റ്റാൻഡർ വന്നിട്ടില്ല, നീ അവിടെ പോയി നിൽക്കണം, പേഷ്യൻറ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം. ഇപ്പോൾ പറഞ്ഞു, ഈ മോള് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതാണല്ലോ ശരി. അതിൻ്റെ ഇപ്പം ഒരു മെയിലായിട്ടൊരു പേഷ്യൻ്റ് ഇരിക്കുക 50-55 വയസ്സുള്ള ഒരാളൊരിക്കൽ ഈ നേഴ്സ് പോയി ബൈസ്റ്റാൻഡ് എൻ്റെ ജോലി അതിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അത് അവരുടെ പ്രൊഫഷൻ്റെ പാർട്ടല്ല. അപ്പം എന്തുകൊണ്ടും അതിന് ആവശ്യമില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് സൂപ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ട് മലയാളിയാണല്ലോ, അറിയാമല്ലോ. അപ്പം ഇവരെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ വീട്ടുകാരെ വൈഫിനെ അപ്ഡേറ്റ് ചെയ്തു. അവർ വൈഫ് വിളിച്ച് സൂപ്രണ്ടിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എന്തായാലും സംഭവിച്ചെന്താണെന്ന് വിചാരിച്ചാൽ, ഇതിൻ്റെ പിറ്റേന്ന് രാവിലെ നൈറ്റ് കഴിഞ്ഞ് മോർണിംഗ് ഡ്യൂട്ടി വന്നപ്പോഴത്തേനും ഈ മകളോട് പറയുകയാണ്, നീ നാളെ രാവിലെ വന്ന് റിസൈൻ തന്നെ 1 മന്ത് റിസൈൻ പിടിച്ച് മേടിക്കുകയാണ്. നീ ഇനിയും വർക്ക് ചെയ്യേണ്ട, ഒരു മാസം കൂടെ നീ വർക്ക് ചെയ്തിട്ട് നീ പൊക്കോ. ഇതൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊക്കെ ശരിയായ ഏർപ്പാടാണോ, ശരിയായ നടപടിയാണോ? നിങ്ങൾ നേഴ്സുമാരിൽ തന്നെ പ്രായം കൂടുന്നൊരു എക്സ്പീരിയൻസ് കൂടുമ്പോഴും അല്ലേ നിങ്ങൾ ഈ സൂപ്രണ്ടും അതുപോലെ നേഴ്സിംഗ് ഇൻചാർജും ഒക്കെ ആകുന്നത്? നിങ്ങൾ സഹജീവികളോട് നിങ്ങൾ കരുണയുള്ളവരായിരിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു ജോലിക്ക് കയറി അവർ മര്യാദയായിട്ട് നല്ല രീതിയിൽ ആ കൊച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ ആ കൊച്ച് ഏങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മയെ വിളിച്ചത്. അപ്പോൾ ആ അമ്മയ്ക്ക് വിഷമം സഹിക്കാതെ വന്നിട്ടാണ് എൻ്റെ വന്നിട്ട് ഇതുപോലെ ഓഫീസിൽ വന്ന് ഇതുപോലെ സങ്കടം പറഞ്ഞു, സാറേ എനിക്കിതുപോലെ മോളിന്നലെ സങ്കടപ്പെട്ട് നിലവിളിച്ച് കരഞ്ഞിട്ടാണ്. ഇത്രയും അപമാനവും ഇതുപോലെ പീഡനമൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ നഴ്സുമാരോട് കൊച്ചു പിള്ളേരോടൊക്കെ കാണിക്കുന്നത്? നിങ്ങൾക്കിതിൻ്റെ പ്രതിഫലം നിങ്ങൾ കിട്ടാതിരിക്കുമോ? അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞവരാണെന്നിരിക്കല്ലേ, അങ്ങനെ സ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളുടെ താഴെയുള്ളവരോട് നിങ്ങൾ ഒരു ഫാമിലിയായിട്ടല്ലേ ജീവിക്കേണ്ടത്. ഇത് വളരെ മോശകരമായ ഒരു കാര്യമാണ് ഈ കേട്ടത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കൊച്ചു കരഞ്ഞ് നിലവിളിച്ചു സംസാരിക്കുക, അവളെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അധിക്ഷേപിച്ചു. ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യം ആ കൊച്ചിന് ഒരിക്കലും ഇല്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മക്കളെ ഓർക്കുക കേട്ടോ. നിങ്ങൾ ഈ നഴ്സിംഗ് സൂപ്പറുണ്ട് ആരാന്നും എല്ലാവരും അറിയാം നമുക്ക്. പക്ഷെ നിങ്ങളുടെ മക്കളെ ഓർക്കുക. നിങ്ങളുടെ മക്കളെ ഇതുപോലെ ഒരു ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വിഷമം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റുള്ള സൂപ്രണ്ടുമാർ നേഴ്സുമാരെല്ലാം ഈ നേഴ്സ് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇതൊക്കെ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ബൈസ്റ്റാൻഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പേഷ്യൻറ്റിൻ്റെ ആൾക്കാരെ വിളിക്കണം, അവർ വന്ന് നിൽക്കണം. അല്ലാതെ ഒരു നേഴ്സല്ല പോയി നിൽക്കേണ്ടത്, രാത്രി പേഷ്യൻ്റെ കൂടെ നിൽക്കേണ്ടത്. അവരത് ജോലി അതല്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വിഷമിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ സമൂഹത്തിൽ വന്ന് പറയാൻ പറ്റുന്ന ഒരു ഇടമാണ് ബ്ലസ് അക്കാഡമിയെ അപ്രോച്ച് ചെയ്യുന്നതാണ്. പല ആൾക്കാരുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ ഷാറിയലാണ്ട് ഇവിടെ ഇതുപോലെ 100 കണക്കിന് സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാലും പരിഹരിക്കപ്പെടാൻ പറ്റത്തില്ലാത്ത കേസുകളായിരിക്കും. പക്ഷേ ഇതുപോലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും അന്തസ്സോ നാണോ എന്തെങ്കിലും മാനം വേണ്ടേ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളുടെ ഒരു അനിയത്തിയാണെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റർ ആണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യൂ? ഒരു കൊച്ചു നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കുക, അത്ര ഹട്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതുപോലെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ സഹിക്കുന്ന
എല്ലാ മക്കളോടും ഞാൻ പറയുകയാണ്, നേഴ്സുമാരായിട്ടുള്ള എല്ലാവരോടും, നിങ്ങൾക്ക് വിദേശത്തോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. 100 കണക്കിന് കേസുകൾ ഞങ്ങൾ ഇതുപോലെ ഉള്ള ആൾക്കാരെ ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ, അതായത് മെയിനായിട്ട് നമ്മൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. ഇപ്പോൾ DH ആണെങ്കിലും MOH ആണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ MOHയിലാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നല്ലൊരു സമയമാണ്. ഒരു ദിവസത്തെ പോലും എക്സ്പീരിയൻസ് ഇല്ലാതെ UAE അതായത് ഷാർജയിലോ അജ്മാനിലോ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ എന്തിനിങ്ങനെ നാണം കെട്ട് ഇവരുടെ ഇതുപോലുള്ള കാര്യത്തിന് തലവെച്ച് കൊടുത്ത് ജീവിക്കേണ്ടത്? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ച് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ, കേട്ടോ. അല്ലാതെ ഇതുപോലെ ഈ ഇങ്ങനെ വീണ്ടെടുത്ത് വിഷ്ണുലോകം എന്ന് പറഞ്ഞ് കിടക്കില്ല. വളരെ സങ്കടകരമായ ഒരു കാര്യമായത് മാത്രമാണ് ഞാനിത് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയല്ല. ഇത് സമൂഹം അറിയണം, നിങ്ങളെ നേഴ്സുമാർ അറിയണം. 10 നേഴ്സുമാർ ഒരാളെങ്കിലും കണ്ടിട്ട് ഒരാൾ മനസ്സ് മാറ്റുവാണ്, അതിൽ ഈ വീഡിയോ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവും. കാരണം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റാഫുണ്ട്, നേഴ്സുമാർ, ഒത്തിരി ആൾക്കാർ നമ്മുടെ താഴേക്കുണ്ട്. പക്ഷെ അവരൊക്കെ എത്രത്തോളം താഴെയാണെങ്കിലും അത്രത്തോളം അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരാളെ പോലും ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ ഹർട്ട് ചെയ്തോ, നിങ്ങൾ ജോലിക്കിടയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ പറയാം. പക്ഷേ ആവശ്യമില്ലാത്ത അവരുടെ പാർട്ട് ഓഫ് ഡ്യൂട്ടി അല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ നിർബന്ധിച്ചിട്ട് അവരെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യിക്കുക, നിർബന്ധിച്ച് റിസൈൻ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ വളരെ മോശകരമായ കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. നിങ്ങൾ നേഴ്സാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നേഴ്സാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഫാമിലിയായിട്ട് പോകാൻ പറ്റത്തില്ല? നിങ്ങളുടെ സിസ്റ്ററാണ്, നിങ്ങളുടെ ബ്രദറാണെന്നുള്ള രീതിയിൽ പോകും. സിസ്റ്ററെ നല്ല വിളിക്കുന്നത്, നിങ്ങളെ തന്നെ വിളിക്കുന്നത് സിസ്റ്ററാണ്. അതുപോലെ തന്നെ നിങ്ങൾ പെരുമാറും. വളരെ ഒരു സങ്കടകരമായ കാര്യം എനിക്ക് തന്നെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എഴുതുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും നേഴ്സുമാരുടെ ഫീൽഡായാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇതുപോലെ നേഴ്സുമാർക്ക് ജോലി മേടിച്ചു കൊടുക്കുക, പഠിപ്പിക്കുക. ഒരാളെ പോലും ഹർട്ട് ചെയ്യാനോ അവരുടെ ബോധത്തിലേക്കോ അവരുടെ ഇല്ലായ്മയിലേക്കോ അവരുടെ പരിമിതികളിലേക്കോ അവരെ ഹർട്ട് ചെയ്ത് മോശപ്പെടുത്താതെ നിങ്ങൾ കൈപിടിച്ചുയർത്ത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളെ കൈ ഉയർത്തി പിടിച്ച് നടത്തിയിട്ട് അവളെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാതെ ഒരാളുടെ പ്രൊഫഷൻ തന്നെ തട്ടിക്കളയുക, അതൊക്കെ ദൈവത്തെ നിരക്കാത്ത കാര്യമാണ്. ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് നേഴ്സ്. ഇപ്പം ആ നഴ്സിംഗ് ഇൻചാർജ് ആയാലും സൂപ്രണ്ടായാലും ഈ കൊച്ചിനോട് ചെയ്തത് ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ട് അറിവുണ്ടാകണ്ട. ഒരു അമ്മ വന്ന് കരയുമ്പോൾ അല്ല സങ്കടപ്പെടുമ്പോൾ കണ്ണീര് വരുമ്പോൾ അതിൻ്റെയുള്ള വിഷമം നമുക്കുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ നമ്മളുടെ മറ്റുള്ള സഹജീവികളോട്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് എപ്പോഴും കരുണയുള്ളവരായിരിക്കും. നിങ്ങളുടെ താഴെ നിൽക്കുന്നവരോടായാലും ആരോടാണേലും കരുണയുള്ളവരായിരിക്കും. താങ്ക് യു വെരി മച്ച്.